Hi all, welcome to TOES Academy. So, നമ്മൾ കഴിഞ്ഞ ദിവസം സെറ്റിന്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. സെറ്റ് എക്സാം പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് നന്നായി പ്രിപ്പയർ ചെയ്ത് പോയി എക്സാം എഴുതിയവർ എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ഒരു പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് നിങ്ങളുടെ കീ ഒക്കെ നോക്കി കാണും അല്ലെ? അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെറ്റ് ഫിസിക്സ് ഇപ്പൊ കഴിഞ്ഞ ജാനുവരി എക്സാമിൽ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യാം അല്ലെ? പ്രൊവിഷണൽ ആൻസർ കീയിൽ എന്തെങ്കിലും എറർ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഏതൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് ചലഞ്ച് ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ചലഞ്ച്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എ സിലിണ്ടർ റോൾസ് വിതൗട്ട് സ്ലിപ്പിംഗ് അലോങ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ദ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ്. ഓക്കെ, അപ്പം ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്നിവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലെ? എ സിലിണ്ടർ റോൾസ് അലോങ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ, നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞ പോലെ ആൻസർ ഓപ്ഷൻ സി വരും, 2 വരും അല്ലെ? കാരണം റൊട്ടേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം, ട്രാൻസ്ലേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം, അങ്ങനെ മൊത്തം 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വേണം അല്ലെ? പക്ഷെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ സിലിണ്ടർ റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ അവിടെ സ്ലിപ്പിംഗ് എന്ന് വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ചെറിയ ഒരു കൺസ്ട്രെയിന്റും കൂടെ വരുന്നുണ്ട്. ഇവിടെ നോക്കുക, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കോഡ് എയിൽ ക്വസ്റ്റ്യൻ നമ്പർ 15 ആൻഡ് കോഡ് ബിയിൽ ക്വസ്റ്റ്യൻ നമ്പർ 75. നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. പ്രൊവിഷണൽ ആൻസർ കീ തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആയിട്ടാണ്. പക്ഷെ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, വിച്ച് ഇസ് 1. അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇത്രയേ ഉള്ളൂ. ഇഫ് ദ ബോഡി ഈസ് റോളിംഗ് ഓൺ എ പ്ലെയിൻ ദെൻ ഇറ്റ്സ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണ്? 2 ആണ് അല്ലെ? 1 ഫോർ റൊട്ടേഷൻ ആൻഡ് ദി അതർ ഫോർ ട്രാൻസ്ലേഷൻ ആണ്. ഓക്കെ, ഇഫ് ദർ ഇസ് നോ സ്ലിപ്പിംഗ്, ആ ഒരു കണ്ടീഷൻ എടുത്തു പറഞ്ഞതുകൊണ്ട് തന്നെ എന്താണ്? ദ ട്രാൻസ്ലേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൊട്ടേഷനിൽ നിന്ന് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദെയർഫോർ എന്താണ്? ദ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന 1 ആണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു എക്സ്പ്ലനേഷൻ, ഇവിടെ നമുക്ക് മറ്റ് പ്രൂഫ് ഒന്നും കൊടുക്കാൻ പറ്റില്ല അല്ലെ? അപ്പം ഇവിടെ ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ കൊടുക്കുക. ഈ നോ സ്ലിപ്പിംഗ് എന്നുള്ളതൊക്കെ നന്നായിട്ട് അണ്ടർലൈൻ ചെയ്ത് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ കാണിച്ചിട്ട് വേണം ഈ ഒരു ചലഞ്ച് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. മീൻസ് ആ ഒരു ആൻസർ നിങ്ങൾ പ്രൂഫായിട്ട് വെക്കാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Dash transformation is commonly used in the Hamilton-Jacobi theory to simplify the Hamiltonian equations. അപ്പൊ നമുക്കറിയാം ഏതാണ് വരിക? Canonical transformation ആണ് അല്ലെ? അപ്പോൾ ഇത് ബുക്ക്ലെറ്റ് കോഡ് എ ക്വസ്റ്റ്യൻ നമ്പർ 70 ആൻഡ് കോഡ് ബി ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. തന്നിരിക്കുന്ന ആൻസർ ഓപ്ഷൻ ബി ലെജൻഡറി ആണ്. ആൻഡ് ആക്ച്വൽ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലെ? അപ്പൊ നമുക്ക് അതൊന്ന് ചലഞ്ച് ചെയ്ത് നോക്കാം. അപ്പം ഹാമിൽട്ടൺ ജാക്കോബി തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ സെലക്ടിങ് ഒരു കനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ടു എ ന്യൂ കോർഡിനേറ്റ് അല്ലെ? QPT എന്ന് പറയുന്ന ഒരു പുതിയ കോർഡിനേറ്റിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് നമ്മൾ ഈ ഹാമിൽട്ടൺ ജാക്കോബി തിയറിയുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ അരുൾദാസ് സാറിന്റെ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന ടെക്സ്റ്റില് പേജ് 88 ഈ ഒരു കാര്യം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇതാണ് ആ പേജ് 88 എന്ന് പറയുന്ന പേജ്. അപ്പൊ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടോ, ഈ ഒരു ഭാഗം തൊട്ടിട്ട് ഇങ്ങോട്ട് നിങ്ങൾക്ക് പ്രൂഫായിട്ട് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോട്ടോസ്റ്റാറ്റ് നിങ്ങൾ അതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ആ ഒരു നിങ്ങൾ കൊടുക്കുന്ന ചലഞ്ച് ചെയ്യുന്നതിന്റെ കൂടെ ഈ ഒരു നമ്മുടെ പ്രൂഫ് നമ്മൾ കൊടുക്കണം. അപ്പൊ ആ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി കൊടുക്കുക, ഏത് ടെക്സ്റ്റ് ബുക്ക് ആണ്, എത്രാമത്തെ പേജ് ആണെന്നും കൂടെ മെൻഷൻ ചെയ്തേക്കുക. ഓക്കെ, നമ്മളിവിടെ എല്ലാം പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ചലഞ്ച് ചെയ്യുക മാത്രം ചെയ്താൽ മതി. ഓക്കെ, അടുത്ത നോക്കുക. ഇഫ് എ ഡാഗർ ആൻഡ് എ ആർ ക്രിയേഷൻ ആൻഡ് അനിഹിലേഷൻ ഓപ്പറേറ്റർ ആൻഡ് Ket n is the state function of the harmonic oscillator, the value of. അപ്പൊ ഇതിന്റെ വാല്യൂ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കോഡ് എ ക്വസ്റ്റ്യൻ നമ്പർ 27 ആൻഡ് കോഡ് ബിയിലാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 87 ആണ് കേട്ടോ. ആൻസർ ബി ആണ് തന്നിരിക്കുന്നത്. നമ്മൾ ചലഞ്ച് ചെയ്യുന്ന ആൻസർ സി ആണ്, അത് വരേണ്ടതെന്നാണ് കേട്ടോ. അപ്പം ഇത് അതിന്റെ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണ്. ഇവിടെ നമുക്ക് ജസ്റ്റ് പ്രൂഫ് ഒന്നും വെക്കാനില്ല, വളരെ എളുപ്പമാണ് അല്ലെ? എന്താണ്? ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലെ? നമുക്കറിയാം എ ഡാഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് എ എൻ എന്ന് പറയുമ്പോൾ എന്താണ്? എൻ
ket n-1 അല്ലെ. അപ്പൊ ഇത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റൂൾ അറിയാമെങ്കിൽ പിന്നെ ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓപ്ഷൻ സി 0 എന്നാണ് നമുക്ക് റൈറ്റ് ആൻസർ കിട്ടുന്നത്. അപ്പൊ ഇത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് നിങ്ങൾ അങ്ങനെ തന്നെ ഒരു A4 ഷീറ്റിൽ വൃത്തിയായിട്ട് എഴുതി സബ്മിറ്റ് ചെയ്താൽ മതിയായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പറും കാര്യങ്ങളും ഒക്കെ ഇട്ട് കറക്റ്റ് ആയിട്ട് ചെയ്താൽ മതിയായിരിക്കും. അല്ലാത്ത കാര്യങ്ങൾക്കാണ് നമുക്ക് പ്രൂഫ് വേണ്ടത് അല്ലെ. കാരണം ഇത് സോൾവ് ചെയ്ത് എവിടെയും വെച്ചിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ ജസ്റ്റ് അത് സോൾവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ റെപ്രസെന്റ്സ് എ ഹെർമീഷ്യൻ കോൺജുഗേറ്റ് ഓഫ് എ ബ്രാ വെക്ടർ ദിസ് അല്ലെ. അപ്പം എന്താണ് ബുക്ക്ലെറ്റ് കോഡ് ക്വസ്റ്റ്യൻ നമ്പർ 72 ആൻഡ് കോഡ് ബിയിലാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 12. ഗിവൺ ആൻസർ ഓപ്ഷൻ ബി ആണ്. നമ്മൾ ചലഞ്ച് ചെയ്യുന്നത് ആൻസർ ഏത് വരണം? ഓപ്ഷൻ എ ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, അത് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അവർക്കും എന്തെങ്കിലും ചെറിയൊരു എറർ പറ്റിയതായിരിക്കും. എന്താണ്? ക്വാണ്ടം മെക്കാനിക്സ് ബൈ സെറ്റ്ലിന്റെ ക്വാണ്ടം മെക്കാനിക്സ് എന്ന ടെക്സ്റ്റ് ബുക്കിൽ പേജ് 91 ഇത് വളരെ കറക്റ്റ് ആയിട്ട് അല്ലെ, ഇതുണ്ട് വളരെ കറക്റ്റ് ആയിട്ട് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു പേജ് അതിന്റെ കൂടെ പ്രൂഫായിട്ട് വെക്കുക. ഓക്കെ. And next one, a capacitor has a capacitance of 20 microfarad and is charged to a voltage of 100 volt. What is the energy stored in the capacitor? അപ്പം ഇതും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ ജസ്റ്റ് ഒരു എറർ അല്ലെ, അവര് പറയുന്ന അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് കിട്ടുന്ന ആൻസർ ഓപ്ഷനിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കോഡ് എ ക്വസ്റ്റ്യൻ നമ്പർ 119 ആൻഡ് കോഡ് ബി ക്വസ്റ്റ്യൻ നമ്പർ 59. ഗിവൺ ആൻസർ ഓപ്ഷൻ എ ആണ്, ബട്ട് ആൻസർ ഇസ് നോട്ട് ഇൻ ദ ഓപ്ഷൻ. ഓക്കെ, നോക്കുക. അതെന്തോ ചെറിയൊരു ക്വസ്റ്റ്യനിൽ ഏതോ ഒരു വാല്യൂ മാറിപ്പോയതാണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അവർ മാറ്റുമോന്ന് അറിയില്ല. പക്ഷെ കാരണം കഴിഞ്ഞ തവണയൊക്കെ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ വന്നിരിക്കുന്ന ഇതേപോലെയുള്ള ജസ്റ്റ് ഒരു ഡോട്ട് പ്രൊഡക്റ്റ് കാണാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിലൊരു പ്രിന്റിങ് എറർ ഉണ്ടായിരുന്നു. ഒരു 3 i ക്യാപ്പോ j ക്യാപ്പോ സംതിങ് മിസ്സിംഗ് ആയിരുന്നു അല്ലെ. പക്ഷെ നമ്മൾ ഇത് കറക്റ്റ് ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവിടെ 3 ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആൻസർ റൈറ്റ് ആണ് എന്ന രീതിയിൽ വരെ നമ്മൾ ചലഞ്ച് ചെയ്തിട്ടും അവരത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. മേ ബി പ്രിന്റിംഗ് എറർ ആയതുകൊണ്ടായിരിക്കും ക്വസ്റ്റ്യൻ കൊടുത്തവർ റൈറ്റ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ മാറ്റിയെന്ന് നമുക്ക് അറിയില്ല. എങ്കിലും നമുക്കത് ചലഞ്ച് ചെയ്ത് നോക്കാം അല്ലെ. എനർജി ഓഫ് എ കപ്പാസിറ്റർ ഹാഫ് CV² ആണ്. 20 മൈക്രോഫാരഡ്സ് കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട് 100 വോൾട്ട് ആണ്. എനർജിയുടെ ഇക്വേഷൻ ഹാഫ് CV² ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എവിടെയോ ഒരു ജസ്റ്റ് ഈ എന്തോ ഒരു വാല്യൂ മാറിയതിന്റെ ആണ് കേട്ടോ ഈ ഒരു ആൻസറിൽ ചേഞ്ച് വന്നത്. അല്ലെങ്കിൽ നമുക്ക് 10 കിട്ടിയേനെ. ഓക്കെ, അപ്പൊ ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെ വരുന്നത്. ഇവിടെ 1/10 എന്നുള്ളതിന് പകരം 10 വന്നിരുന്നെങ്കിൽ ആൻസർ റൈറ്റ് ആണ്. ഇവിടെ ഒരു ഏതോ ഒരു വാല്യൂല് ജസ്റ്റ് അവർ ഉദ്ദേശിച്ച വാല്യൂ അല്ല വന്നിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു എറർ വന്നിരിക്കുന്നത്. ഇതും ഇക്വേഷൻ എഴുതി നിങ്ങൾ ഒരു പേപ്പറിൽ സോൾവ് ചെയ്ത് പ്രൂവ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ എ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഫ്രിഞ്ച് വിഡ്ത്ത് is 0.2 mm. If the wavelength of light used is increased by 10% and the separation between the slit is also increased by 10%, fringe width will be. ഇതാണ് ക്വസ്റ്റ്യൻ. ബുക്ക്ലെറ്റ് കോഡ് എയില് ക്വസ്റ്റ്യൻ നമ്പർ 83 ആൻഡ് കോഡ് ബിയില് ക്വസ്റ്റ്യൻ നമ്പർ 23. ഓക്കെ, ആൻസർ എ ആണ് തന്നിരിക്കുന്നത്. ബട്ട് ആക്ച്വലി നമുക്ക് ചെയ്ത് വരുമ്പോൾ 0.242 mm ആണ് കിട്ടുന്നത്. നമുക്ക് ചലഞ്ച് ചെയ്യാം. സോ ഓക്കെ, ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ നമുക്കറിയാം അല്ലെ, ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് λd/d ആണ്, വിച്ച് ഇസ് ഗിവൺ 0.2 mm. ഓക്കെ, ഇനി ന്യൂ സെറ്റപ്പിൽ d' എത്രയാണ്? 10% കൂട്ടി എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ വരും. ആൻഡ് λ' എന്ന് പറയുന്നത് 11 λ/10 വരും. ഓക്കെ, സോൾവ് ചെയ്ത് വരുമ്പോ ആൻഡ് ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് λ'(d'/d) ആണ്, വിച്ച് ഇസ് ആക്ച്വലി 1.21 λd/d അല്ലെ. നിങ്ങൾ ജസ്റ്റ് ആ കാൽക്കുലേഷൻ ചെയ്താൽ അറിയാം. λ'(d' ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ഇനി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.242 mm എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ളത്. നമ്മൾ ടോസ് അക്കാഡമിയുടെ ആൻസർ കീ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ, നിങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് ചേഞ്ച് വന്നു. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസിൽ ഇവർക്ക് തന്നെ വേരിയേഷൻസ് വന്നിട്ടുണ്ട് ആൻസർ കീ. അപ്പൊ നമ്മൾ അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചലഞ്ച് ചെയ്യാനുണ്ട് അല്ലെ. അപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചലഞ്ച് ചെയ്യുക. ചലഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ. നമ്മൾ ഈ വരുന്ന ഫ്രൈഡേക്കുള്ളിൽ തന്നെ നിങ്ങൾ അത് പോസ്റ്റലായിട്ട് അത് ആ ഒരു സെന്ററിൽ എത്തണം. ഇത് എങ്ങനെയാണ് ചലഞ്ച് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കി ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ LBSന്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം എങ്ങോട്ടേക്കാണ് ഇത് അയച്ചു കൊടുക്കേണ്ടതെന്നൊക്കെ. സ്പീഡ് പോസ്റ്റിന് തന്നെ വിടാൻ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ വെള്ളിയാഴ്ചക്കുള്ളിൽ തന്നെ ഇത് അവിടെ എത്തണം.
എങ്കിൽ മാത്രമേ ഇത് ആഡ് ചെയ്യപ്പെടുള്ളൂ അല്ലെ, ചെക്ക് ചെയ്യപ്പെടുള്ളൂ. അപ്പൊ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസുകളെല്ലാം ചലഞ്ച് ചെയ്യുക. അപ്പൊ ഇത് നമുക്കൊരു വിചാരം ഉണ്ടായിരിക്കും അല്ലെ, ഇത്രയും എല്ലാവർക്കും കിട്ടിയില്ല, ആരെങ്കിലും ചലഞ്ച് ചെയ്തോട്ടെ. പക്ഷെ ഇത് യൂസ്ഫുൾ ആവുന്നത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ബോർഡർ ഏരിയയിൽ പോയി നിൽക്കുന്ന കുറെ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അല്ലെ. നല്ല മാർക്കിന് കട്ട് ഓഫ് ക്ലിയർ ചെയ്തവരെ സംബന്ധിച്ച് അവർക്ക് ഇതുകൊണ്ട് ഇപ്പൊ ഈ ഒരു ഇത്രയും ക്വസ്റ്റ്യൻ എറർ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാനില്ല അല്ലെ, കാരണം അവർ ഓൾറെഡി സേഫ് ആണ്. ഇനി കട്ട് ഓഫ് എങ്ങനെ നോക്കിയാലും കേറില്ല എന്നുള്ളവരുണ്ടായിരിക്കും, അവരെയും ഇത് ബാധിക്കില്ല. കാരണം എന്താണ്, അവര് ഈ ഒരു കട്ട് ഓഫിന്റെ ബോർഡർ ഏരിയാസിലൊന്നും അല്ല. ഇപ്പൊ എന്തൊക്കെ മാറ്റം വന്നാലും അവർ കേറില്ല എന്നുള്ളത് ഉറപ്പാണ്. എങ്കിൽ ഇതല്ലാതെ രണ്ടു കൂട്ടർ ആൾക്കാരുണ്ട് അല്ലെ, ഈ ഒരു കട്ട് ഓഫിന്റെ ബോർഡർ ഏരിയയിൽ നിൽക്കുന്നവരുണ്ടായിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ച് സെറ്റിന് എന്താ ചെയ്യുന്നത്, കട്ട് ഓഫ് കുറയുക ചെയ്യുക അല്ലെ. അപ്പൊ കട്ട് ഓഫ് കുറയുമ്പോൾ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് ഇപ്പം ജസ്റ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് നിൽക്കുന്നവരെ സംബന്ധിച്ച് ഒന്നുകൂടെ സേഫ് ആവാനും, അതേപോലെ തന്നെ കട്ട് ഓഫിന്റെ അടുത്ത് വരെ എത്തി പോയിന്റ് മാർക്കിനൊന്നും എനിക്ക് കിട്ടിയില്ല, ആ ഒരു ലെവലിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനും ഇത് സഹായിക്കും. അപ്പോൾ ഇപ്പൊ ഓരോ ക്വസ്റ്റിനും 300 റുപ്പീസ് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിൽ കൂടി നിങ്ങൾ ചലഞ്ച് ചെയ്യുക, തീർച്ചയായിട്ടും മാറ്റം വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പൈസ റീഫണ്ട് ചെയ്ത് കിട്ടുന്നതാണ് അല്ലെ. അപ്പൊ പിന്നെ എന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, വന്നു കഴിഞ്ഞാൽ അല്ല, നമ്മൾ ഒരു അറ്റംപ്റ്റും കൂടെ എടുത്ത് പഠിച്ച് ഈ ഒരു എക്സാം എഴുതി ഒന്നും കൂടെ ഒക്കെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നതിനേക്കാളും എളുപ്പം എന്താണ്, ഇപ്പൊ നിങ്ങൾ ഇത് ചലഞ്ചിന് കൊടുത്തിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആവുകയോ മാർക്ക് കിട്ടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലെ. ഒരു പോയിന്റ് മാർക്കിനൊക്കെ കിട്ടാൻ നിൽക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ച് ഈ ചലഞ്ചിങ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് കാണുന്ന അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യണം എന്നുള്ളവര് തീർച്ചയായിട്ടും ചലഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.